ഹലോ, എന്നും രാവിലത്തെ പോലെ തന്നെ ഇന്നും വെട്ട് കഴിഞ്ഞു. വെട്ട് കഴിഞ്ഞ് 8:30 ആയപ്പോഴത്തേക്ക് പാലൊക്കെ എടുത്തു ജാറിലാക്കി അത് ജീപ്പേ കയറ്റി ഇങ്ങ് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് ആണ് അടിക്കുന്നത്. അവർ തന്നെ ഉറച്ച് വെച്ചിട്ട് പോവും. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഉറയും, നന്നായിട്ട് ഉറയും. അന്നേരം നമുക്കറിയാം ഇതിപ്പം ഇനി അടിക്കാറായിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ നമ്മളിത് ഷീറ്റ് അടിക്കാൻ വേണ്ടി പോകുന്ന പരിപാടിയാണ് തുടങ്ങുന്നത്. 2 മെഷീനിലായിട്ടാണ് അടിക്കുന്നത്. ആദ്യത്തെ മെഷീനാണിത്. ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പം നല്ല കട്ടയായിട്ടിരിക്കുന്ന ഷീറ്റില്ലേ, ഇതിനകത്ത് വെച്ച് 2 പ്രാവശ്യം അടിക്കും. ആദ്യം 1 പ്രാവശ്യം അടിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ചതങ്ങ് നീണ്ടു വരും. അതിനുശേഷം നമ്മൾ ആ വാൽവൊന്ന് ടൈറ്റ് ചെയ്ത് കണ്ടോ തിരിച്ച്. അപ്പോൾ ആ 2 അച്ചും കൂടെ കുറേ കൂടെ അടുത്ത് വരും. എന്നിട്ട് ഇതിനകത്തോട്ട് വീണ്ടും ഷീറ്റ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഓടിക്കും. മോട്ടർ വെച്ചിട്ടുണ്ട് നല്ല എളുപ്പത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ നേരത്തെ പരിപാടിയാണ്. തോളിനൊക്കെ നല്ല വേദന എടുക്കും കുറേ ഷീറ്റൊക്കെ അടിക്കുമ്പോൾ. അങ്ങനെ എല്ലാ ഷീറ്റും ഇപ്പം 10 ഷീറ്റുണ്ടെങ്കിൽ 10 ഷീറ്റും അത് ഈ ഒരു മെഷീനെ വെച്ച് അടിച്ചതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഇവിടെ ഇട്ടു. ഇവിടെ ഇട്ടതിന് ശേഷമാണ് വീണ്ടും ഈ അച്ചുള്ള മെഷീൻ കണ്ടോ, അച്ചുള്ള മെഷീനെ വെച്ച് വീണ്ടും അടിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ വലിപ്പം ഒന്ന് കുറഞ്ഞ് ഈ ഡിസൈനത്തെ നന്നായിട്ട് പതിഞ്ഞ് അടിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈവിരൽ ഇടയ്ക്ക് പോകാതിരിക്കും. ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ചതഞ്ഞരഞ്ഞ് പോകും. അത്രയും നല്ല സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. കാരണം ഇത് മോട്ടർ വെച്ചാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്പീഡിൽ കൈ അതോട്ട് ചെന്നാൽ നല്ല രീതിയിൽ പണി കിട്ടും. അപ്പോൾ എല്ലാ ഷീറ്റും ഇപ്പം ഫസ്റ്റ് മെഷീനെ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മെഷീനെ അടിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മെഷീനെ വെച്ച് എല്ലാ ഷീറ്റും നമ്മൾ വീണ്ടും അടിക്കും. അപ്പോൾ എല്ലാം അച്ച് വീഴും. കണ്ടത് അടിച്ചെടുത്ത ഷീറ്റ് ഇപ്പം നിങ്ങൾ കണ്ടത് രണ്ടാമത്തെ ഷീറ്റിന് അടിക്കാൻ പോകും. അതിൻ്റെ ഇടയിലോട്ട് വെക്കും. അതിനകത്ത് വെച്ച് ഒറ്റ റൗണ്ട് മതി കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് അച്ചൊക്കെ വീണ് വലിഞ്ഞ് നീണ്ട ഷീറ്റ് കുറച്ചുകൂടി ചെറുതാവും. കുത്ത വെച്ചടിക്കുമ്പോൾ ആ അച്ച് വീഴുന്നതിനനുസരിച്ച് ചെറുതാവും. അടിച്ചെടുത്ത ഷീറ്റുകളെല്ലാം അതിൻ്റെ ആസിഡ് കണ്ടൻറ്റ് കറിയാൻ വേണ്ടി നമ്മൾ തൊട്ട് അവിടെ ടാങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എല്ലാ ഷീറ്റും ഓരോന്നിട്ട് അടിച്ചടിച്ച് മാറ്റുന്ന അന്നേരം തന്നെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയെടുത്ത് അയ്യെ കൊണ്ടിടും. അതിനുശേഷം 1-2 ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷമാണ് പിന്നെ കോപ്പരയ്ക്ക് ഇരുന്ന പരിപാടിയൊക്കെ നടക്കുന്നത്. ഉണ്ടാ ഇങ്ങനെയെല്ലാം ഈ വെള്ളത്തിന് നമ്മൾ തൊട്ടെന്ന് വെച്ച് കൈയൊന്നും പൊള്ളത്തില്ല. കാരണം ആസിഡ് നന്നായിട്ട് കുറഞ്ഞ വെള്ളവും ആസിഡും എല്ലാം കൂടെ ചേർന്ന ഡയലൂട്ടഡ് ഫോമിൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമില്ല. ഇതാണ് നമ്മൾ അടിച്ചെടുത്ത ഷീറ്റുകളെല്ലാം ആസിഡിൻ്റെ ഇത് കളയാൻ വേണ്ടി വെള്ളത്തേക്ക്. അപ്പുറേ കിടക്കുന്നത് ഇച്ചിരി പഴയതാണ്, അത് ഇച്ചിരി പൂത്ത ഷീറ്റ്. ഇത് ഇന്ന് അടിച്ചിടുന്ന ഷീറ്റ്. ഇത് ഇച്ചിരി പഴയ ഷീറ്റ്, അത് ചെറുതായിട്ട് പൂപ്പിൽ കയറിയിട്ടുണ്ട്. അതിനിപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ടിട്ട് കൈ കൊണ്ട് വാച്ച് ഇത് കഴുകും.